നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ എപ്പോഴും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരായി ചിലർ കാണും. എക്സിക്യൂട്ടീവ് വേഷവിധാനത്തോടെ കയ്യിലൊരു സ്യൂട്ട് കേസുമായി യാതൊരു ഭാവഭേദവുമില്ലാതെ സദാസമയവും ജാഗ്രതയോടെ കഴിയുന്നവർ SPG കമാൻഡോസ്. രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കാവൽക്കാർ അത്രത്തോളം പ്രൊഫഷണൽസ് ആയിരിക്കും. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കി ജമ്മുവിനെ മോചിപ്പിച്ചും ഇന്ത്യയെ വികസനത്തിന്റെ ഉന്നതിയിലെത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മതതീവ്രവാദികൾക്കിടയിലും വിഘടനവാദികൾക്കിടയിലും കുറച്ചൊന്നുമല്ല ശത്രുക്കൾ. ഒരു രാഷ്ട്രീയ നേതാവും നടന്നെടുക്കാൻ ഭയക്കുന്ന ജമ്മു കാശ്മീരിൽ നടന്നു കയറിയും തന്നെ അഭിസംബോധന ചെയ്യാൻ എത്തിയവർക്ക് മുന്നിലൂടെ ധൈര്യപൂർവ്വം നടന്നു കയറുമ്പോൾ കൂടെയുള്ള അംഗരക്ഷകരിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആരാണ് SPG കമാൻഡോസ്? എന്താണ് ഇവരുടെ ദൗത്യം? ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച ഗ്രൂപ്പാണിത്. കൂടാതെ ഒരു പറ്റം പോലീസ് സംരക്ഷണവും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. 1980കളിൽ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഡൽഹി പോലീസ് ആയിരുന്നു ഈ സംരക്ഷണത്തെ ഒരുക്കിയിരുന്നത്. പക്ഷേ 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഇന്ത്യയൊട്ടാകെ അപമാനവും ഭീതിയും ഉണർത്തിയിരുന്നു. ദില്ലി സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ 2 പേരാണ് ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തത്. ദില്ലി പോലീസ് സുരക്ഷയിൽ വിശ്വസിക്കാനാകില്ലെന്നതിന്റെ ഉദാഹരണമായിരുന്നു ഈ സംഭവം. തുടർന്ന് സുരക്ഷയുടെ ഉത്തരവാദിത്തം വഹിക്കാനായി 1985 SPG രൂപം കൊണ്ടു. എന്നാൽ 1988 ഇത് ഔദ്യോഗികമായി നിലവിൽ വന്നത്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ്. അതിനുവേണ്ടി എല്ലാ രീതിയിലും നിലവാരം പുലർത്തുന്ന ട്രെയിനിങ്ങുകളാണ് SPGയിൽ പൂർത്തീകരിക്കേണ്ടത്. പ്രധാനമന്ത്രിക്കൊപ്പം കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉള്ളൂവെങ്കിലും ഏകദേശം 3000-ഓളം ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലായി അദ്ദേഹത്തിന് കാവലായി ഉണ്ടാകും. കയ്യിലുള്ള സ്യൂട്ട് കേസ് പ്രൈം മിനിസ്റ്ററിനെ സംരക്ഷിക്കാനുള്ള ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ 12 കോടിയോളം വില വരുന്ന കാറാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത്. മാക്സിമം സേഫ്റ്റി നൽകാൻ ഈ കാറുകൾക്ക് കഴിയും. കാറിന്റെ ഗ്ലാസ് ഉൾപ്പെടെ ബുള്ളറ്റ് പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ ഹൈ സെക്യൂരിറ്റിയും ഭാരം കൂടുതലുമുള്ളതിനാൽ ഹൈ മെറ്റാലിക് ബോഡിയാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ AK-47 പോലും ഇതിനകത്തേക്ക് ഏൽക്കില്ല. ഇനി കാറിനുള്ളിലേക്ക് വിഷവാതകം കയറ്റി വിടാമെന്ന് കരുതിയാലും നടപ്പുള്ള കാര്യമല്ല. കാരണം പ്രധാനമന്ത്രിക്ക് വേണ്ടി സ്പെഷ്യൽ ഓക്സിജൻ പോലും കാറിൽ ഒരുക്കിയിട്ടുണ്ടാകും. കാറിന്റെ ടയറിന്റെ പ്രത്യേകതയും പറയേണ്ടത് തന്നെ. ടയറിന് അധികമൊന്നും കേടുപാടുകൾ സംഭവിക്കില്ല. അഥവാ പറ്റിയാൽ തന്നെ 320 കിലോമീറ്റർ വരെ പിന്നെയും പോകാൻ കാറിന് കഴിയും. 50 കിലോമീറ്റർ വേഗതയിൽ പുറകിലേക്ക് സഞ്ചരിക്കാനും ഈ വാഹനത്തിന് സാധിക്കും. കൂടാതെ എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളുമായി ബെൻസിന്റെ ഒരു ആംബുലൻസും ഈ വാഹനത്തിന് പിറകിലായി കാണാൻ സാധിക്കും. മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട 1 ലിറ്റർ രക്തവും ഈ ആംബുലൻസിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി എത്തുന്നതിന് 3 ദിവസം മുന്നേ തന്നെ SPGയുടെ റൂൾ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾക്ക് അവിടുത്തെ ആഭ്യന്തര വകുപ്പിന് ചുമതലയുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ ചൊല്ലി SPGയുമായി ബന്ധപ്പെട്ടതൊന്നും പുറം ലോകത്തറിയില്ല എന്നതാണ് വാസ്തവം.